സോ ഗൈസ്, നമ്മൾ ഇപ്രാവശ്യം ബിയർ റാങ്ക് കളിക്കാനാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ വേറെ കളി കയറിപ്പോയി. കുഴപ്പമില്ല, നമ്മൾ പിടിച്ചിട്ടുണ്ട് തിരിച്ച്. ഓക്കെ, സെറ്റിങ്സിൽ പോട്ടെ. കൺട്രോൾസ് ഒക്കെ ഒന്ന് ചെയ്യാൻ പീക്കടിക്കാം ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഒന്നും അറിയില്ല. ലെറ്റ്സ് ഗോ. ഇവനൊക്കെ നമുക്ക് എടുത്ത് പൊക്കാം. ഫ്രീ ഫയറിൽ ഇങ്ങനത്തെ ഒരു സാധനം ഇല്ല. ഇമോട്ട് വരെ ഉണ്ട് ഗൈസ് ഇവന്, അതുകൊണ്ട് വലിയ പ്രശ്നം നഹി. ഓക്കെ ഗൈസ്, ഇവിടെ നിറച്ച ഫ്രെയിം ഒന്ന് കഴിയട്ടെ. ഇനിയൊരു 14 മണിക്കൂർ എടുക്കുമായിരിക്കും. 90 ആവും അവിടെ. ടുഡേ എൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അപ്പോൾ എന്നോട് ഹാപ്പി ബർത്ത്ഡേ പറയാൻ തീരുമാനിക്കുന്നവർ ജസ്റ്റ് ഡു ഇൻ ദ കമൻറ്റ്. ഓക്കെ, ലൈവ് ഇടാൻ നോക്കിയിട്ട് പറ്റുന്നില്ലടേ. നമുക്ക് ഇടാൻ മാക്സിമം നോക്കാം ഗൈസ്. ലൈവ് ഇടണമെങ്കിൽ ആവശ്യത്തിന് സബ്സ്ക്രൈബ് വേണം. അപ്പോൾ കാണുന്നവരെല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തോ. ഫ്രീ ഫയർ നമ്മൾ മറന്നിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങൊന്നും പോലെ. നിങ്ങളുടെ പോറാണ് നമ്മുടെ പോർ. ഓക്കെ, This is a simulation game set up the visuals just now and does not represent real life. Please play in moderation. Take frequent breaks and play responsibly. ഹലോ. ഓ, മാച്ച് സ്റ്റാർട്ടായടേ. മറ്റേ സാധനം കാണിക്കണല്ലേ. അവിടെ എന്തിനാണ് ഈ ഇവല്യൂഷൻ? ഫ്രീ ഫയർ ആകുമ്പോൾ ചുമ്മാ കൊടുക്കും. ഇതാണ് എനിക്ക് പബ്ജി ഇഷ്ടമല്ലാത്ത കാര്യം. മൊത്തം 100 പേരോ? അയ്യോ, സ്റ്റാർട്ടായി. ജമ്പ് കേട്ടോ, നല്ല സ്ഥലത്ത് പോയി ജമ്പ് ചെയ്യാം. എൻ്റെ കൂടെയാണ് സുമാര്. എനിമി ഉണ്ടോ? ഹാക്കിങ് എനിമി വല്ലതും ഉണ്ടോ? ഹാക്കർ ഉണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ഒട്ടി. ഓക്കെ ഗൈസ്, നമ്മളവിടെ എത്താറായി. എത്തിക്കോ. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ട്. അയ്യോ എനിമി. അയ്യോ അമ്മേ കിസാൻ, തേങ്ങൊട്ടി. എന്നാ കല്ലോ ഇതന്നെ സാധനം. What is this? ഓ, വീടാ. ഇതെന്ത് പടി? ഒരു വിസ്റ്റില്. അയ്യോ, എനിമിയാണ് ഗൈസ്. ഇത് സ്റ്റിങ് കിട്ടി, എനർജി ഡ്രിങ്ക്. ഗണ്ണൊന്നും ഇല്ലടേ. അയ്യോ ഒന്നാമത് 0 ബുള്ളറ്റേ ഉള്ളൂ. പിന്നെ എന്നത്തിനുണ്ടമ്മനെ ഇതൊക്കെ എടുത്തങ്ങ് അകത്ത് വെച്ച്, അല്ലെങ്കിൽ മണ്ട പൊളിയും. ഒറ്റ ഷോട്ടിൽ തീരണം. അല്ല, കിട്ടിയിട്ടുണ്ട്. ബൈസൺ. ലെറ്റ്സ് ഗോ ബൈസൺ ഉണ്ടെങ്കിൽ നമ്മൾ വി ആർ റെഡി. പുറത്ത് ഞാനൊരു വെടിവെപ്പിൻ്റെ സൗണ്ട് കേട്ടതുപോലെ തോന്നല് ഒരു തോന്നല്. ഇത് നിൽക്കുന്നു. അയ്യോ, തന്നെ അടിച്ചടാ. കണ്ണുകൊണ്ട് അവനടിച്ചേ. എല്ലാവരും തീർക്കാണ്. അയ്യോ, ദേക്കുന്നു അവൻ. കുഴപ്പമില്ല, നമ്മളെ റിവൈവ് ചെയ്യുമായിരിക്കും. റിവൈവൽ പോയിന്റിലോട്ട് വല്ലതാണോ ചെക്കൻ പോണേ? മൊണ്ണേ. അതെ ഗൈസ്, ഞാൻ അങ്ങോട്ടേക്കാണ് പോണേ. സോറി ബ്രോ, പറയാണ്ട് മൊണ്ണേന്ന് വിളിച്ചു പോയി.
അയ്യോ റിവൈവൽ പോയിന്റ് എവിടെയാണ്? എനിക്കത് കാണാൻ പറ്റുന്നില്ല. റിവൈവൽ പോയിന്റ് ഇതേ പോണു. റിയലി വേറെ അറിയൂ പോയി അണ്ടർസ്റ്റാൻഡ് നിർത്തി. എന്നിട്ട് ഒന്ന് റിവൈവ് ചെയ്തിട്ട് മതിയോ? ഓ ലെറ്റ്സ് ഗോ. സെയിം പ്ലെയർ ആണല്ലോ. അവൻ ചത്തടാ. ഒരു സെക്കൻഡ് ഇവന്മാർ റിവൈവ് ചെയ്തിട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മുടെ ഫ്രണ്ടുകളിൽ നമ്മൾ റിവൈവ് അങ്ങ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ ഇറങ്ങാണ് ഏതോ ഒരു പുല്ലുള്ള കാട്ടിലോട്ടേക്കാണ് ഗൈസ്. എങ്ങനെയാണ് തോന്നുന്നത്? ഈ പുല്ലുള്ള കാട്ടിലോട്ടേക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അയ്യോ ഗൈസ് വെള്ളം നിലം സ്റ്റിങ്. ലെറ്റ്സ് ഗോ. നല്ല ലൂട്ട് കിട്ടുന്ന സ്ഥലമെന്ന് തോന്നുന്നുണ്ടല്ലോ. ലൂട്ട് കുറഞ്ഞു കിട്ടുന്ന സ്ഥലമാണ്. AK-47. ഓക്കെ അവിടെ അയ്യോ ഞാനും വിചാരിച്ചു അവിടെ നിന്ന് ഈ വെടി വന്നു. വീണ്ടും പോയി ചത്തു. ഇവിടെ അല്ലേ? ഇവിടെ നിന്ന് 3000 കിലോമീറ്റർ ഉണ്ട്. പ്രാന്തില്ല അവിടം വരെ പോവാൻ. ബോട്ടിനടിക്കാൻ തന്നെ പാടാണ്. എന്നിട്ടല്ലേ റിയൽ പ്ലെയർ. ഞാൻ ശരിക്കും പറയാണ് എനിക്ക് ഇച്ചിരി പാടാണ് ഈ ബോട്ടിനടിക്കാൻ. നമ്മളെ തന്നെ ഒന്നും പൊക്കി പറയുന്നില്ലടി. ഫ്രീ ഫയറിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസും തമ്മിൽ നോക്കുവാണെങ്കിൽ അത്രയൊന്നും ഇല്ല. ഞാൻ അത്ര വലിയ എക്സ്പീരിയൻസ്ഡ് അല്ല. സോ മണികാളിക പോലെ കിട്ടുന്ന ആ വീട്ടിൽ എന്തെങ്കിലും കാണുമോ? അവിടെ നിറച്ച എനിമീസ് കാണും. വേറൊന്നും കാണില്ല. സാധനം കൈ പിടിച്ചോണ്ട് പോവാം. എനിമീസ് ഒന്നും അടിക്കില്ല സാത്താനെ പോലെ. സാത്താനെ ലെറ്റ്സ് ഗോ. ഷോട്ട് ഗൺ കിട്ടി. ഷോട്ട് ഗൺ അവിടെ ഷോട്ട് ഗൺ അല്ലേ വേണം. ഞാനും ഡ്രോപ്പൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഡ്രോപ്പ് ചെയ്യാൻ എനിക്ക് ഭ്രാന്തല്ലേ. യു ഇതാണ് കയ്യിൽ കണ്ണു പിടിച്ചുള്ള പ്രശ്നം എനിക്ക്. ഒറ്റ ഷോട്ടിൽ ഞാൻ എല്ലായിടത്തും തോംസൺ ഉള്ളാവും നല്ല കണ്ണ്. പോയി ഞാൻ മുമ്പ് പറഞ്ഞ കണ്ണല്ല എന്നത്. Let's go to Windoscope. Okay, let's go. സിൻ്റെ മുകളിൽ കയറി നോക്കണം. MC കൊമ്പൻ. അയ്യോ ഇത് നല്ല കണ്ണാണ്. നല്ല കണ്ണാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറിൻ്റെ സൂപ്പറാണ്. സോ ലെറ്റ്സ് ഗോ. ഇവിടെ നല്ല ലൂട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതേ വീണ്ടും ഒരു രാജാക്കൻ്റെ വെട്ടി. എന്താ രാജാവേ കിട്ടണേ? 3 സ്കോപ്പ് 2 സ്കോപ്പോ? ലെറ്റ്സ് ഗോ. 3 ടോപ്പിട്ടോ. ഇനി ഇതിനെന്തിട്ടും ഇതിന് ഇങ്ങനെ എന്നിട്ട് അടിക്കാൻ പറ്റുള്ളൂ. നല്ല കണ്ണ് ഇതാണ്. ഷുവർ UMP ആവശ്യമില്ല. പിന്നെ എന്തിനാ പോയാൽ പെട്ടി തുറന്നേ? ഒരു വണ്ടി കിടപ്പുണ്ട്. സോം വന്നാൽ പെട്ടെന്ന് എസ്കേപ്പ് ആവാനുള്ളൊരു വഴി നമുക്ക്. അയ്യോ ഞാനിത് എങ്ങോട്ടേക്ക് പോണേ? അങ്ങോട്ടേക്ക് പോകുമ്പോ തന്നെ ഒരു സെക്കൻഡ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ ആസ്ക് ഗോ ടു എ ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ്റെ അച്ഛൻ പറയുന്നത് ഇത് ലോങ് ഷോട്ടിനടിക്കാൻ കൊള്ളാവുന്നത്, മറ്റേത് ഷോർട്ട് റേഞ്ച് അടിക്കാൻ കൊള്ളാവുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കരുതി
ഓറഞ്ച് സ്കോപ്പ് എടുക്കണം. ആവശ്യമില്ലാത്ത ഇതെടുത്തോളാം. 3 സ്കോപ്പ് 4. എന്നാ 4 എന്തിനാ? ഇതെന്തിനാ? കളടാ വേണ്ട. ഡ്രോപ്പ് അല്ല 2 3 കിടന്നോട്ടെ. വേണ്ടല്ലെങ്കിൽ വെറുതെ എന്തിന്? എയിം ചെയ്ത് നോക്കട്ടെ. വാവ് ബ്യൂട്ടിഫുൾ. വന്നുണ്ട് വണ്ടി കൊണ്ട് ഏതൊരു പൊട്ടൻ വന്നുണ്ട് ഗൈസ്. കേൾക്കുന്നു, പാറയുടെ ശബ്ദം കേൾക്കുന്നു. Can hear the sound of car. രണ്ടാമത്തെ എവിടെയാ? Please recall me. അവിടെയാ. സോറി ബ്രോ, അറിയാണ്ട് അടിച്ചതാ. ലെറ്റ്സ് ഗോ. കേറിക്കോ കേറുന്നിട്ട് അടിക്കണം. നമ്മുടെ വീര ശൂര ഇവിടെ വീര പടയുടെ ശൂര. ഇവിടെയാണ് 270 സംതിങ് ദൂരെ. ഞാൻ 6 ഇടാൻ പറ്റുമോ? ഇടാനൊന്നും പറ്റില്ല ഗൈസ്. അയ്യേ, കുറെ അലവലാതി ഗൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വഴിയൊന്ന് ഇതിനകത്തൊന്ന് കയറണം. ഒന്നുമില്ല, പോവാം ഗൈസ്. നേരെ എയിം ചെയ്ത് നിൽക്കാം. ചിലപ്പോൾ ഏതെങ്കിലും എനിമി വന്നാലോ എണ്ണം കൊടുക്കാലോ. കാണുന്നില്ല ഒറ്റൊരുത്തനെ. നമ്മൾ പിന്നെ എൻ്റെ അകത്തായതുകൊണ്ട് ഒരുത്തനെ നമ്മൾ കാണാൻ പറ്റില്ല. UMP ഒക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു, പിന്നെ ഞാൻ എടുത്തില്ല. ഒരുത്തനെ കാണുന്നില്ലല്ലോ. ഇത്ര നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെയാണ് ലാസ്റ്റത്തെ തോന്നുന്നു നിൽക്കണത്. ഞാൻ കിടക്കുന്ന വണ്ടി എടുത്തോണ്ടാണോ മുമ്പേ? കുറേ ആൾക്കാർ കുറേ പേര് കില്ല് ചെയ്യുന്നുണ്ട്. അത് അബൂട്ടം വരികയോ? അത് 350 മതി. പക്ഷെ ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ടായിരുന്നല്ലോ, കണ്ടില്ലല്ലോ. ബെസ്റ്റ് അതാണ് ആ പ്രാന്തൻ എടുത്തോണ്ട് പോയത്. അവിടെ മറ്റേ വണ്ടി കിടപ്പുണ്ട്. നമ്മളാ മുമ്പേ കണ്ട വണ്ടിയല്ലേ അത്. അങ്ങനെ അവിടെ വന്നേ ഗസ്. അവിടെ എനിമീസ് ഉണ്ടെന്നുള്ളതിൽ 4000% എനിക്കിപ്പോൾ ഉറപ്പായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏതാണ്ടാന്ന് തോന്നുന്നു എൻ്റെ ടീമേറ്റ് പോയി ചത്തേ. എടുക്കാം ഗൈസ്, ഇവൻ്റെ എടുത്തോണ്ട് പോവാം. ഫ്രണ്ട്സിനെ റിവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുണ്യം തരും, പുണ്യം. ഞാൻ തന്നെ ചാവാനുള്ള വഴി നോക്കുക. നമ്മൾ കുടിച്ചു. അമ്മേ, ഡ്രൈവിങ് സ്കില്ലൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇവിടെ വെച്ചാൽ യൂസ് ചെയ്യാൻ എന്തൊരു പാട്. എന്ത് കാണിക്കണേ? I don't understand what I am doing. ബൂസ്റ്റ്. ചടിക്കോ, ചാടറാ. അല്ല പിന്നെ ഇങ്ങോട്ട് നീങ്ങുന്നില്ല.
അയ്യോ ഞാൻ വാട്ടർ പൈപ്പ് കുടിക്കുക. ലെറ്റ്സ് ഗോ. കണ്ണി മുന്നിൽ ഓക്സിജൻ കണ്ണടച്ചാൽ നീയാണ് നൈട്രജൻ. സാവശ്യമില്ലാത്ത എല്ലാം എടുത്തങ്ങ് പുറത്തോട്ടേക്ക് അങ്ങ് ഇട്ടാലോ. ലെവൽ 1 ബാഗാണ്. ഇതെടുത്ത് എന്തിനാ എനിക്ക് തന്നെ അറിയില്ല ഞാൻ ഇതിൻ്റെ എടുത്തെന്ന്. അതുള്ളപ്പോൾ പകുതി സ്പീസും പോയി. ലെറ്റ്സ് ഗോ. എടുക്കാൻ പറ്റുന്നില്ല. പോക്കറ്റിൽ പോലും ഇതില്ല. നിറച്ച സ്പേസും. എത്ര ലെവലിലെ വേഗം അറിയില്ല. അങ്ങനെ അടിച്ചങ്ങ് ഉറക്കാം. Let's go. നമ്മൾ 25ാമത്തെ വരെയായി ഗൈസ്. നോക്കി ഇതുവരെയായിട്ട് ഒരു കില്ല് പോലും എടുത്തില്ല. ലാസ്റ്റ് എത്താനും വല്ല സോണിലും പോയി ചത്താ മതിയായിരുന്നു. ഇല്ല ഗൈസ്, എനിക്ക് എങ്ങനെയാണ് പറയാനുള്ളത്. തീർച്ചയായും കാണുന്നില്ലല്ലോ. സോണിൻ്റെ അടുത്തോട്ടേക്കാണ് മോനെ പോകുന്നത്. സോൺ ആപത്താണേ. പിന്നെ ഓടിച്ചാവാനും പോലും എനിക്കറിയില്ല. ഓടിക്കോ പ്രേമ, എനിക്ക് ജസ്റ്റ് വഴിയറിയൂടാ. ലാസ്റ്റത്തെ സോൺ സ്പ്രിങ് ആവുന്നതിന് മുമ്പ് നമുക്ക് പോവാം. മൊത്തം ഇനി 24 പേര്. പകുതി പേരും ടീമായിരിക്കും. ഒരാളടിച്ചു വണ്ടി കൊണ്ട് ഇടിച്ചിട്ടുണ്ട്. ഈ വഴിയാണ് പോകണ്ടേ. പോണവഴിക്ക് കാണുവാനെ അടിച്ചങ്ങ് ഉറക്കവനെ. നമ്മുടെ കയ്യിലിരിക്കണ വേറെ സ്നൈപ്പർ പോലത്തെ ഏതൊരു കണ്ണ്. നമ്മുടെ അവിടെ ഏറ്റവും കൂടുതൽ റെയറായിട്ട് പറയുന്നത് ഇതിൻ്റെ പേര് വുഡ് പെക്കർ. ഇത് റിയൽ വുഡ് പെക്കർ ഒന്നുമല്ല. വുഡ് പെക്കറിൻ്റെ അത്ര ഡാമേജ് കിട്ടുമായിരിക്കും. പക്ഷെ ഇതിൻ്റെ ഹെഡ് ഷോട്ടിൻ്റെ ഡാമേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 140 സംതിങ്. ഐ മീൻ 140 ഒന്നുമല്ല, 50 55 അതൊക്കെയാണ്. പക്ഷെ ഫ്രീ ഫയറിലെ ഡാമേജ് നോക്കുവാണെങ്കിൽ 200 205. ഏക്കൊക്കെ പുച്ഛിച്ചിട്ടേ ഹെഡ് ഷോട്ട് കയറണേ. അത് പിന്നെ ബോഡി ലോക്കില്ല. ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് PUBG ഇത്രയും കൂടി ഒന്നിനുള്ളിലാത്തായിരിക്കും. പക്ഷെ നല്ല റിയലിസ്റ്റിക് കേട്ടോ. റിയലിസ്റ്റിക് ഗ്രാഫിക്സ് ഇട്ട് കളിക്കണം. വേണ്ട ഏതൊരു വണ്ടി തന്നെ സൗണ്ട്. വണ്ടി ഓടിച്ചിരുന്നു. ഈ വണ്ടി വരുമ്പോൾ നമ്മൾ തീരും. പോയോ പ്രേമ? പോയെന്നാണ് തോന്നുന്നത്. ഇതുകൊണ്ട് ഓടിക്കോ. അടിയിലൊന്നും നിർത്തിയിടാൻ സാധ്യത കാണില്ല. സോണിന് നമ്മളിന്നെ തൊടാനും കൂടി പറ്റില്ല. ഓക്കെ അമ്മേ. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. Let's go. ഒരു സെക്കൻഡ്. ലെറ്റ്സ് ഗോ. 15 ശതമാനമാണ്. ചാർജ് പോലും ഇല്ല. അത്രയും കഷ്ടപ്പെട്ടിരിക്കണല്ലേ. ഒരു ലൈക്ക്, ഒരു സബ്. പിന്നെ ഷൂട്ടിംഗ് ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം. ഇത് നിങ്ങൾക്ക് വേണ്ടി ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തീം സോങ് സ്ലിങ് ആവും, ഷേപ്ലിങ് ആവും. എന്താ ഞാനീ പറഞ്ഞ ചൈനീസ്
Oh, let's go. ഞാനിത് ഏത് വഴിയാണ് കേട്ടാ പോകുന്നേ? ഒരു ഷോർട്ട് റേഞ്ചിൽ ഞാൻ ഈ ഗണ്ണ് കിടുവാണ്. രണ്ടുപേര് പോയി ചത്തിട്ടുണ്ട്. എൻ്റെ ടീമേറ്റ് എല്ലാവരും എന്നെ നോക്കിയിരിക്കുകയായിരിക്കും. ഫ്രീ ഫയറിൽ ആരാ കിടക്കണേ? കിടപ്പുണ്ട്. ഈ വഴി പോയാലേ പറ്റുള്ളൂ. കടൽ കടക്കാൻ വയ്യ. കാല് നനയും. സേതുത്തിന് അടിക്കണുണ്ട്. അടിക്കണം. പുറകിനടി. പുറകിന്ന് ഏതൊരുത്തിന് അടിക്കണ്ട. ഇതുകൊണ്ട് വെച്ചിട്ട് ആനടിച്ച് ദൈവത്തിനറിയും. Guys, we are trapped. നമ്മൾ എങ്ങനെ പോകുമല്ലേ? അത് ഏതോനും അവൻ അടിച്ചേ. അവനക്കറിപ്പോൾ തീർന്നു കാണും. ഞാൻ ഇവിടം വരാനല്ലേ ഉദ്ദേശിച്ചേ രാമ. എന്നാ ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. കയറാൻ മുമ്പേ ചാടാണ്ടിരുന്നാ മതി. ചാടരുത്. ബെസ്റ്റ്. നമ്മൾ അങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് പറയും. അങ്ങനെ പോയി ചാവുകയാണെങ്കിൽ ലാസ്റ്റ് സോൺ സ്പ്ലിങ് ആവുമ്പോൾ അവിടം വരിക. പ്ലിങ്ങോ. ഈ വഴിയെങ്കിലും ഒന്ന് കയറ്. ഇത്രയും സിമ്പിൾ വഴി. കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? ഉണ്ട് കേട്ടോ. തരങ്ങളെ പുള്ളികളാൽ നേരം കൊണ്ടലായി. കിട്ടിയില്ലല്ലോ. ആശാനെ കയറാൻ പറ്റുന്നില്ല. അയ്യോ, എങ്ങനെ കിടക്കണു? എങ്ങനെ ഇരിക്കണു? അയ്യോ, കാണു വയ്യത്തെ പട്ടി കയ്യിലേറരുതെന്ന് പറയരുതെന്ന്. അത് ഇനിയൊരു കാര്യമുള്ളൂ. ഇങ്ങനെ ട്രാപ്പിൽ പോയി ചാവുക. ഇങ്ങനെ തേഞ്ഞൊട്ടുവോ? എന്തൊരു ഡാമേജടാ. പിന്നെ ആവശ്യത്തിന് ഇതുണ്ട്. ഒന്ന് കയറാനേ പറ്റുന്നില്ല. അവിടെ ഒന്ന് തിരുന്നുള്ളൂ. അവസ്ഥ അനുസരിച്ച് ഇപ്പം നമ്മൾ തീരാറായിരിക്കുന്നു. അല്ലല്ലോ, 9 പേരും കൂടി. ഇനിയും 9 പേരോ? അങ്ങനെ ചോദിക്കുന്നവരുണ്ടെങ്കിൽ പബ്ജി അല്ലേ, ഇതൊക്കെ ഒരു കളിയല്ലേ, വിട്ടുകളാ.
തെങ്ങു എങ്ങനെടാ? Oh, I can believe this. I can't believe this. I become Dileep. ഇങ്ങോട്ടേക്കല്ലേ ആ കാണിച്ചേക്കുന്നത്? ഇവിടെ മറ്റേ സോണി പോയി ചാവട്ടെ. മറ്റേ ഡീമനായിട്ട് കയറാൻ പറ്റുമോ? ഇനി എനിക്ക് ഹീൽ ചെയ്യാൻ പറ്റില്ലാത്തോണ്ടാ. ബോട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെങ്കിലും പറയാം. അയ്യോ ഷാവൂന്നുള്ളതിൽ 4000 പേഴ്സൻറ്റേജ് ഉറപ്പുണ്ട് മോനെ. എനിക്ക് കാര്യം ചെയ്യാനുള്ളൂ, ചാവുക. സൈഡിലോട്ടേക്ക് അങ്ങ് നീങ്ങുന്നാലും അങ്ങനെയോ പറ്റില്ല. എടാ എന്തുകൊണ്ട് കഷ്ടാ. ഐ ക്യാൻ ബിലീവ് ദിസ്. ഒന്ന് കേട്ടടാ, കേറടാ, കേട മോനെ, കേറ്. ഇങ്ങനെയാണ് ഗുണാക്കേവ് ഉണ്ടായത്. കാരണം 4 ടീംസ് ആയിരിക്കും ഗൈസ്. 4 ടീംസായിട്ടുണ്ടാക്കി ചാവുമ്പോൾ നമ്മളിവിടെ തോണിപ്പെടുന്നതാകും. അല്ലാണ്ട് വേറൊരു വഴിയില്ല. അവിടെയൊക്കെ സോണുണ്ടോ? ആ മലയിലൊക്കെ സോണുണ്ടായിപ്പോയി. ഇല്ലാന്നെങ്കിൽ ഞാൻ മോളിൽ കയറാൻ പറ്റില്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് അവസാനിക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ കയറുന്നുമില്ല. അവിടെ ഏതൊരുത്തനുണ്ടെന്ന് എഴുതുന്നു. ഒരു വെടിയച്ച കേട്ടല്ലോ. ബേബി കം ഡൗൺ അല്ലെങ്കിൽ ഞാൻ പോയി ചാവും കേട്ടോ. കം ഡൗൺ, കൂൾ കം ഡൗൺ. നീന്താങ്ക ആരും കാണിക്കാം. വേഗം പിരിവിട്ട്. ഇപ്പോഴാണ് 16%. എടാ ഒന്ന് കേറ. അവിടെ ഏതോ ഒരുത്തനുണ്ട്. ഇവിടെ നമ്മൾ മുങ്ങിപ്പോവാൻ പോവുകയാണ് ഗൈസ്. വാട്ട് എ സീക്രട്ട് മെഷീൻ. സോൺ ഇത്രയും ചെറുതാവുകയാണെങ്കിൽ നമ്മൾ തേഞ്ഞ് ഒട്ടുന്നുള്ളതിൽ 4000% ഉറപ്പുള്ളവർ ലെറ്റ്സ് ഡു ഇൻ ദ കമൻറ്റ്. എന്തൊട്ട് കഷ്ടത്. ഇപ്പൊ തന്നെ അരമണിക്കൂർ ആയതുള്ളൂ പറഞ്ഞോണ്ട് ആരും ഈ വീഡിയോ ഒന്നും നിർത്തി പോകണ്ട. അയ്യോ അമ്മേ പെട്ടിട്ടുണ്ട്. പെട്ട് ലെറ്റ്സ് ഗോ ബ്രോ. ബാക്കിലടി. അയ്യോ അതെ പോടാ. അവൻ ഹെഡ് അടിച്ചു തന്നു. കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിന് നന്നായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.